السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അല്ലാഹുവിൻ്റെ അടിമകളായി തീരുവാൻ വേണ്ടിയാണ്. അഥവാ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന അവൻ്റെ നല്ലവരായ അടിമകളാവുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു പറഞ്ഞതുപോലെ ജിന്നുവർഗങ്ങളെയും മനുഷ്യരെയും എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിക്കുകയും നമ്മോട് ചില കൽപ്പനകൾ നൽകുകയും ചില കാര്യങ്ങൾ വിലക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിനെ അനുസരിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു തആല കൽപ്പിച്ച ഏതൊരു കാര്യമുണ്ടോ അതെല്ലാം നമ്മുടെ ഇഹലോകവും പരലോകവും നന്നാക്കി തരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സൗഭാഗ്യം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെയാണ്. അള്ളാഹു യുക്തിപൂർണനാണ്. അള്ളാഹുവിൻ്റെ യുക്തി അത് പരിപൂർണമാണ്. അള്ളാഹു ഏതൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ അവൻ്റെ മഹത്തായ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ അള്ളാഹു തആല നമ്മോട് എന്തൊക്കെ വിലക്കിയിട്ടുണ്ടോ, വിരോധിച്ചിട്ടുണ്ടോ, അത് ഇഹലോകത്തിനും പരലോകത്തിനും ഒരുപോലെ ഉപദ്രവമുണ്ടാക്കുന്ന കാര്യവുമാണ്. അതും അല്ലാഹു തആല അവൻ്റെ യുക്തിപൂർണമായ തീരുമാനത്തിലൂടെയാണ് നമ്മെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള നാം ഓരോരുത്തരും അല്ലാഹുവിൻ്റെ തൃപ്തി കൈവരിക്കാനും റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാനും അഹോരാത്രം പരിശ്രമിക്കുക, നമ്മുടെ ജീവിതം അതിനുവേണ്ടി മാറ്റിവെക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അഥവാ അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ച ദുനിയാവിലെ ഭൗതിക കാര്യങ്ങൾ അതിലൂടെ അത് ഉപയോഗിച്ചും അനുഭവിച്ചും അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ അല്ലാഹുവിനെ മറന്നുപോവാതെ, റബ്ബിൻ്റെ കൽപ്പനകൾ മറന്നുപോവാതെ, അല്ലാഹുവിൻ്റെ വിലക്കുകൾ മറന്നുപോവാതെ അങ്ങനെ ജീവിച്ചാൽ അല്ലാഹു പറഞ്ഞു, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. ആരാണോ നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നത്, അഥവാ അള്ളാഹുവിൻ്റെ ദീൻ പാലിക്കാൻ, അള്ളാഹുവിനെ അനുസരിക്കാൻ, അള്ളാഹുവിൻ്റെ വിലക്കുകളിൽ നിന്ന് മാറി നിൽക്കാൻ, ലനഹ്ദിയന്നഹും സുബുലന, തീർച്ചയായും നാം അവർക്ക് നമ്മുടെ മാർഗം, നമ്മുടെ വഴി അത് കാണിച്ചു കൊടുക്കും, അവരെ നാം ഹിദായത്തിലാക്കും. വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അള്ളാഹു പറഞ്ഞു, തീർച്ചയായും അല്ലാഹു തആല ഇഹ്സാനുള്ളവരുടെ കൂടെയാണ്. ഇഹ്സാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അല്ലാഹു കാണുന്നത് പോലെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. അല്ലാഹു കാണുന്നില്ലെങ്കിലും അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുക. ഇങ്ങനെ ഈ ഇഹ്സാനുള്ളവരുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് റബ്ബ് അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് അല്ലാഹു കൽപ്പിച്ചത് അനുസരിക്കലും അല്ലാഹു വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കലും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, മഹാന്മാരായ ഉലമാക്കൾ ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്.
വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, ആചാര അനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള അനേകം ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. നന്മകൾ, നല്ലത് പഠിപ്പിക്കാൻ അനേകം ഗ്രന്ഥങ്ങൾ ഉണ്ട് എന്നതുപോലെ തന്നെയാണ് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഈമാനിനെ കുറച്ച് കളയുന്ന, ഈമാനിനെ ഇല്ലാതാക്കി കളയുന്ന കാര്യങ്ങൾ എന്നതുകൂടി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ. കാരണം വെളിച്ചം എന്താണെന്ന് മനസ്സിലാക്കുന്നതിൻ്റെ കൂടെ ഇരുട്ടിൻ്റെ അപകടവും തിരിച്ചറിയേണ്ടതുണ്ട്. ചില മുൻഗാമികൾ ചോദിച്ചതുപോലെ കൈഫ യത്തഖി മൻ ലാ യദ്രി മൻ യത്തഖി, ഒരാൾക്ക് എന്തിനെയാണ് സൂക്ഷിക്കേണ്ടത്, ആരെയാണ് ഭയക്കേണ്ടത് എന്നറിയാതെ അവനെങ്ങനെയാണ് ഭയപ്പെടുക? അപ്പോൾ നന്മകൾ പഠിക്കുന്നതിൻ്റെ കൂടെ ആ നന്മകളെ പൊളിച്ചുകളയുന്ന അപകടകാരികളായ തിന്മകളെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണം. അങ്ങനെ നമുക്ക് റബ്ബിനെ സൂക്ഷിക്കുവാനും അള്ളാഹു വിലക്കിയ പാപങ്ങൾ, തിന്മകൾ എന്തൊക്കെയാണ് എന്നത് മനസ്സിലാക്കി തരികയും ചെയ്യുന്ന ഒരു കിതാബിൻ്റെ പഠനമാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. അൽ കബായിർ എന്നാണ് കിതാബിൻ്റെ പേര്, അഥവാ കിതാബുൽ കബായിർ. വൻപാപങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥം, ഒരു കിതാബ്. മഹാനായ അഷേഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹമാണ് ഈ കിതാബ് രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മുന്നേ അൽ കബായിർ എന്ന ഗ്രന്ഥം ഇമാം അദ്ദഹബി റഹിമഹുല്ലാ, കുറച്ചുകൂടി പൂർവികനായ പണ്ഡിതനാണ്, അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഈ കിതാബ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന നല്ല ഒരു തർത്തീബായതുകൊണ്ടാണ്, പ്രത്യേകിച്ച് തുടക്കത്തിൽ പഠിക്കാനും മനസ്സിലാവാനും എളുപ്പം ലഭിക്കും എന്നതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുത്തത്. ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ കിതാബുൽ കബായിർ. അതായത് ഈ കിതാബിൽ വൻപാപങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത്. തിന്മകൾ എന്നത് രണ്ട് രൂപത്തിലാണ്. ചെറിയ പാപങ്ങളുണ്ട്, വലിയ പാപങ്ങളുണ്ട്. ചെറിയ തിന്മകൾ, വലിയ തിന്മകൾ. എന്താണ് ചെറിയ തിന്മകൾ, എന്താണ് വലിയ തിന്മകൾ, അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കും, മനസ്സിലാക്കും. പാപങ്ങൾ എന്നത് സംഭവിക്കുക രണ്ട് രൂപത്തിലാണ്. തിന്മകൾ സംഭവിക്കുക രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അത് തെറ്റാണ്, തിന്മയാണ്. രണ്ടാമത്തേത്, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യുക. ഒന്ന് ചെയ്യലാണ്, മറ്റേത് ചെയ്യാതിരിക്കലാണ്. ഇങ്ങനെ തിന്മകൾ സംഭവിക്കും. ആ തിന്മകൾ രണ്ട് രൂപത്തിലാണ്, ചെറുതും വലുതും. തിന്മകൾ ചെറുതാവട്ടെ വലുതാവട്ടെ, സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അങ്ങേയറ്റം ഭയപ്പെടേണ്ടതുണ്ട്. മഹാനായ ബിലാൽ ഇബ്നു സഅദ് റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്ക് നമുക്ക് കാണാം. ലാ തൻദുർ ഇലാ സിഗറിൽ ഖതീഅതി, നീ തിന്മ, ഒരു തെറ്റ് എന്നത് ചെറുതാണ് എന്നതിലേക്ക് നോക്കരുത്. വലാകിൻ ഇൻദുർ ഇലാ മൻ അസൈത, മറിച്ച് നീ ആരെയാണ് ധിക്കരിക്കുന്നത്, ആരോടാണ് ഈ തിന്മ പ്രവർത്തിക്കുന്നത് എന്നതിലേക്ക് നീ നോക്കുക. നോക്കൂ, ചെറുതാവട്ടെ വലുതാവട്ടെ, പാപങ്ങൾ, തെറ്റുകൾ എന്നത് നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടേണ്ട കാര്യം തന്നെയാണ്. പാപങ്ങൾ എന്നത്, സഹോദരങ്ങളെ, തിന്മകൾ എന്നത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ നമുക്ക് കാണാം. തിന്മകൾ, പാപങ്ങൾ എന്നത് മനുഷ്യന് അങ്ങേയറ്റം ഉപദ്രവമുണ്ടാക്കും. ഏതുപോലെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് വിഷബാധയേറ്റാൽ എത്ര കണ്ട് ആ ശരീരത്തിന് ഉപദ്രവമുണ്ടാക്കുമോ, അപകടമുണ്ടാക്കുമോ, ഓരോ തിന്മകളുടെയും ദറജകൾ അനുസരിച്ച് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഹൃദയത്തിന് അത് അപകടമുണ്ടാക്കും. വിഷബാധയേറ്റതുപോലെയാണ് പാപങ്ങൾ, തിന്മകൾ എന്നുള്ളത്. അതിൻ്റെ കടുപ്പം കൂടുന്നതിനനുസരിച്ച് ശരീരം, ജീവൻ അപകടത്തിലാകും. ദുനിയാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ, പാപങ്ങൾ കൊണ്ടല്ലാതെ,
പാപങ്ങൾ കാരണമായിട്ടല്ലാതെ എന്ത് ഉപദ്രവമാണ്, എന്തു പ്രയാസമാണ് ഉണ്ടായിട്ടുള്ളത്? ഇഹലോകത്തും പരലോകത്തും നമുക്ക് തിന്മകൾ കൊണ്ട് ഷർറാണ്, അപകടമാണ്, ഉപദ്രവമാണ്. നമ്മുടെ ഉപ്പ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ഉമ്മയെയും ബാപ്പയെയും സ്വർഗമെന്ന സുഖാനുഭൂതിയുടെ, സുഖങ്ങളുടെ, സന്തോഷത്തിൻ്റെ എല്ലാ ആസ്വാദനവും ലഭിക്കുന്ന ആ സ്വർഗീയ ഭവനത്തിൽ നിന്ന് വേദനകളുടെയും ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഭവനമായ ദുനിയാവിലേക്ക് എത്തിച്ചത് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന, അതിനോട് എതിര് പ്രവർത്തിച്ചതിൻ്റെ കാരണത്താലാണ്. അള്ളാഹു തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനും ഹവ്വാഇനും പിന്നീട് തൗബക്കുള്ള തൗഫീഖ് കൊടുക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്തു. പക്ഷെ നോക്കൂ, അതിൻ്റെ കാരണം എന്താണ്? റബ്ബിൻ്റെ കൽപ്പന അതിനോട് എതിര് പ്രവർത്തിച്ചു എന്നതാണ്. അതുപോലെ തന്നെ ഇബ്ലീസ് മലക്കുകളുടെ കൂടെയായിരുന്നു, വലിയ സ്ഥാനമുണ്ടായിരുന്നവനായിരുന്നു. അള്ളാഹു ഒരു കൽപ്പന കൽപ്പിച്ചു, ആ കൽപ്പനയോട് അവൻ വിമുഖത കാണിച്ചു, അഹങ്കാരം നടിച്ചു, അള്ളാഹുവിനെ ധിക്കരിച്ചു. പിന്നീട് സംഭവിച്ചതെന്താണ്? ഏറ്റവും വൃത്തികെട്ട അവസ്ഥയിലേക്ക് അവൻ അധപ്പതിച്ചുപോയി. നന്മകൾ, നല്ല കൂട്ടുകെട്ട്, നല്ല വാക്കുകൾ, നല്ല നല്ല അവസ്ഥകളായിരുന്നു, നേരെ വിപരീതമായി അവൻ്റെ രൂപം ഏറ്റവും നല്ല രൂപത്തിൽ നിന്നും ഏറ്റവും വൃത്തികെട്ട രൂപത്തിലേക്ക് മാറ്റപ്പെട്ടു. അവൻ നന്മയിലേക്ക് ക്ഷണിച്ചിരുന്ന അതുപോലെയുള്ള അവസ്ഥയിൽ ഉണ്ടായിരുന്നവൻ പിന്നീട് എല്ലാ ഷർറിൻ്റെയും വാഹകനായി അതിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്കെത്തി. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഉള്ളും പുറവും വൃത്തികെട്ട അങ്ങേയറ്റം മോശമായ ഒരു അവസ്ഥയിലേക്ക് ഇബ്ലീസ് എത്തിയത് അള്ളാഹുവിനെ ധിക്കരിച്ചത് കാരണത്താലാണ്. അതുപോലെ നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ പർവ്വതത്തിൻ്റെ അത്രയും, അതല്ലെങ്കിൽ അതിനേക്കാൾ ഉയരത്തിൽ വെള്ളം മുകളിൽ നിന്നും താഴെ നിന്നും പുറത്തേക്ക് പുറപ്പെടുവിക്കുകയും എന്നിട്ട് മുക്കി നശിപ്പിക്കുകയും ചെയ്തു. എന്തായിരുന്നു കാരണം? തിന്മകളായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തെ അള്ളാഹു ശിക്ഷിച്ചത് അവരുടെ പാപങ്ങൾ കാരണത്താലായിരുന്നു. ആദ്യമായി ലോകത്ത് ശിർക്ക് സംഭവിച്ചത് അവരിലാണ്. അള്ളാഹു പ്രവാചകനെ, അള്ളാഹു ഒരു റസൂലിനെ അയച്ചു, പ്രബോധനം ചെയ്തു. 950 വർഷം അദ്ദേഹം ദഅവത്ത് നടത്തി. പക്ഷേ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉത്തരം നൽകിയുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ധിക്കാരികളായിരുന്നു. അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങി. പർവ്വത സമാനമായ വലിയ വലിപ്പത്തിലാണ് മുകളിൽ നിന്നും താഴെ നിന്നും വെള്ളം അള്ളാഹു തആല അയച്ചുവിട്ടത്. മുകളിൽ നിന്ന് പേമാരി പെയ്തു. അതേപോലെ ഖുർആനിൽ കാണാം, താഴെ നിന്നും അതുപോലെ തന്നെ ശക്തിയിൽ വെള്ളം പുറത്തേക്ക് വന്നു. അങ്ങനെ ആ രണ്ട് വെള്ളവും കൂടിച്ചേർന്നിട്ടാണ് വലിയ തൂഫാനുണ്ടായത്. എന്തായിരുന്നു കാരണം? അള്ളാഹുവിനെ ധിക്കരിച്ചതായിരുന്നു കാരണം. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സമുദായത്തെ കൊണ്ടുവന്നു. ആദ് സമൂഹം, ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായം, അവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയാണ്. വലിയ കൊടുങ്കാറ്റ് അവരിലേക്ക് അള്ളാഹു അയച്ചു. നല്ല ആരോഗ്യമുണ്ടായിരുന്ന, നല്ല നീളവും വലിപ്പവും ഉണ്ടായിരുന്ന ഈന്തപ്പന പോലെയുള്ള ആളുകളതാ കടപുഴകി വീഴുന്നു എന്നാണ്. എന്തായിരുന്നു കാരണം? അള്ളാഹുവിനെ ധിക്കരിച്ചതാണ് കാരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സമൂദ് ഗോത്രത്തിലേക്ക്, സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിലേക്ക് ഘോര ശബ്ദം അയക്കുകയുണ്ടായി. ആ ശബ്ദം അങ്ങ് വന്നപ്പോൾ അവരുടെ ഹൃദയം പൊട്ടുകയുണ്ടായി. അങ്ങനെ അവർ മരണപ്പെട്ടുപോയി. അങ്ങനെ അവർ മരിച്ചു വീഴുകയുണ്ടായി. എന്താണ് കാരണം? അള്ളാഹുവിനെ ധിക്കരിച്ചതാണ് കാരണം. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഖൗം, സമൂഹം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നേരെ മുകളിലേക്ക് പൊക്കി എന്നിട്ട് കീഴ്മേൽ മറിക്കുകയുണ്ടായി.
അതിൻ്റെ മുകളിലേക്ക് ചരൽ വർഷവും അള്ളാഹു അയച്ചു. എന്തായിരുന്നു സഹോദരങ്ങളെ കാരണം? പാപങ്ങളാണ്, തിന്മകളാണ്. അതിനുശേഷം ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായം വന്നു. അവരിലേക്കതാ ഒരു കാർമേഘം പോലെയുള്ള ഒരു കാര്യം വന്നപ്പോൾ അവർ വിചാരിച്ചു മഴക്കുള്ളതാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല, മറിച്ച് അവർക്കുള്ള ശിക്ഷയായിരുന്നു, അവർക്കുള്ള ചരൽ വർഷമായിരുന്നു, അങ്ങനെയുള്ള ഒരു രൂപത്തിലുള്ള ശിക്ഷയായിരുന്നു അള്ളാഹു അവരിലേക്ക് അയച്ചത്. അതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഖൗം ഫിർഔനും കൂട്ടരും അള്ളാഹു തആല കടലിൽ മുക്കി കൊന്നുകളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. ആരാണ് ഫിർഔൻ? ഞാനാണ് റബ്ബ് എന്ന് വീമ്പിളക്കിയവനായിരുന്നു. ആ മിസ്റിലെ നദികൾ കാണിച്ചുകൊണ്ട് വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി എന്ന വീരവാദം മുഴക്കിയവനായിരുന്നു. എൻ്റെ അധീനതയിലാണ് ഈ നദികൾ ഒഴുകുന്നത് എന്ന് പറഞ്ഞവനായിരുന്നു. അതേ കടലിൽ അല്ലാഹു തആല അവനെ മുക്കി കൊന്നുകളഞ്ഞു. സഹോദരങ്ങളെ, എന്താണ് കാരണം? പാപങ്ങളാണ്, തിന്മകളാണ്. തീർന്നില്ല. അതിനുശേഷം അല്ലാഹു തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷമുള്ള ഒരുപാട് ഖുറൂനുകൾ, ഒരുപാട് തലമുറകളെക്കുറിച്ച് പറഞ്ഞു. വ്യത്യസ്തങ്ങളായ ശിക്ഷകൾ, വ്യത്യസ്തങ്ങളായ അള്ളാഹുവിൻ്റെ അദാബുകൾ അവരിലേക്ക് അയക്കുകയുണ്ടായി, അവരെ നശിപ്പിച്ചു കളയുകയുണ്ടായി. കാരണം തിന്മകളാണ്, പാപങ്ങളാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ സൂറത്തു യാസീനിൽ ഒരു ഖൗമിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു സയ്ഹത്ത് അവരിലേക്ക് അയച്ചു, ഘോര ശബ്ദം. നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഹൃദയം പൊട്ടി അവരിലെ അവസാനത്തെ ആൾ വരെ മരിക്കുകയുണ്ടായി എന്നാണ്. സൂറത്തു യാസീനിൽ നമുക്കത് കാണാം. ബനൂ ഇസ്രായേലിയർ, അവരിലേക്ക് അല്ലാഹു തആല ഓരോ തവണ ശിക്ഷകൾ അയക്കുകയുണ്ടായി. ഓരോ തവണ അവരെ അല്ലാഹു തആല ശിക്ഷകൾ നൽകി പരീക്ഷിക്കുകയുണ്ടായി. അവരിൽ നിന്നാണ് അല്ലാഹു തആല രൂപം മാറ്റി അവരിൽ ചിലരെ കുരങ്ങുകളും പന്നികളുമാക്കിയിട്ടുള്ളത് അവരുടെ പാപങ്ങൾ കാരണത്താലാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, തിന്മകൾ എന്നത് ഇഹലോകത്തും പരലോകത്തും അനേകം ഉപദ്രവങ്ങൾ ഉണ്ടാക്കിത്തരും എന്നത് ആമുഖമായി നമ്മൾ മനസ്സിലാക്കുക. പാപങ്ങൾ എന്നത് അത് ഒരിക്കലും നിസാരവൽക്കരിക്കാനുള്ളതല്ല. തെറ്റുകൾ, തിന്മകൾ എന്നത് നമ്മെ നശിപ്പിച്ചു കളയും. ദുനിയാവിൽ ഏതൊരു മുസീബത്തുണ്ടോ അതിൻ്റെ അടിവേര് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പാപങ്ങളാണ്. അദാബ് ഇറങ്ങുമ്പോൾ, ശിക്ഷകൾ ഇറങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ ഭൗതിക കാരണങ്ങൾ തിരഞ്ഞു പോവാറുണ്ട്. അതങ്ങനെ ആയതുകൊണ്ടാണ്, ഇതിങ്ങനെ ആയതുകൊണ്ടാണ്, ആ മല ഇടിച്ചു നിരത്തിയത് കൊണ്ടാണ്, ഇതിലൂടെ റോഡ് വന്നതുകൊണ്ടാണ്. സഹോദരങ്ങളെ, അവിടെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന തിന്മകളുണ്ടോ, പാപങ്ങളുണ്ടോ എന്നത് ആരും ചികഞ്ഞന്വേഷിക്കാറില്ല. യഥാർത്ഥത്തിൽ പാപങ്ങൾ കാരണത്താലാണ് അദാബുകൾ ഇറങ്ങുന്നത്, മുസീബത്തുകൾ ഉണ്ടാകുന്നത്. അത് വ്യക്തി ജീവിതത്തിലായാലും ശരി, സാമൂഹിക ജീവിതത്തിലായാലും ശരി. നമ്മുടെ വ്യക്തി ജീവിതം തന്നെ നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കൂ. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ, ഞാൻ അള്ളാഹുവിനെ വല്ലതും കൊണ്ട് ധിക്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ അനന്തരഫലം എൻ്റെ ഭാര്യയിലും എൻ്റെ മക്കളിലും എൻ്റെ വാഹന മൃഗത്തിൽ വരെ എനിക്ക് കാണാൻ സാധിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. പാപങ്ങൾ എന്നത് സഹോദരങ്ങളെ ഒരിക്കലും നമ്മെ വിട്ടുപിരിയും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. ആ പാപങ്ങൾ നമ്മെ നശിപ്പിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാപങ്ങൾ അങ്ങേയറ്റം നമ്മൾ ഭയപ്പെടണം. തെറ്റുകൾ, തിന്മകളുടെ കറകൾ ബാധിക്കുക എന്നുള്ളത് നമ്മൾ അങ്ങേയറ്റം പേടിക്കേണ്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഈ കിതാബുൽ കബായിർ എന്ന ഈ കിതാബിൽ ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഷെയ്ഖ് എടുത്തു കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ശൈലി എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഖാലല്ലാഹ് ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുപോലെ സലഫുകൾ, നല്ലവരായ മുൻഗാമികൾ, സ്വഹാബികൾ, ഇമാമിങ്ങൾ അവർ പറഞ്ഞു. അതുമാത്രമേ ഈ കിതാബിൽ ഉണ്ടാവുകയുള്ളൂ. ഈ കിതാബിൽ വൻപാപങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് സൂചിപ്പിച്ചു. വൻപാപങ്ങളെക്കുറിച്ച്
ഈ കിതാബ് മുഴുവനും അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ടെങ്കിൽ, ആയുസ്സും ആരോഗ്യവുമുണ്ടെങ്കിൽ നമ്മൾ വായിച്ചു പൂർത്തീകരിക്കാൻ സാധിക്കുമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയ പല തെറ്റുകളും വൻപാപങ്ങളാണ്. നമ്മൾ ചെറുതാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള, നമ്മൾ പലരും നിസാരവൽക്കരിച്ചിട്ടുള്ള, ശ്രദ്ധിക്കാത്ത പല ചെറിയ ചെറിയ തെറ്റുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പലതും വൻപാപങ്ങളാണ്. അത് ഈ കിതാബ് വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആമുഖമായി എന്നോടെന്നതുപോലെ സൂചിപ്പിക്കട്ടെ, നമ്മൾ ഓരോരുത്തരും അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തിന്മകൾ, തെറ്റുകൾ, പാപങ്ങൾ എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരുന്നത് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും പാപക്കറകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് വരാം. കിതാബിൻ്റെ PDF അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ള ആളുകൾ തുറന്നു നോക്കുക. അത് മുഴുവനും ഒരൊറ്റ PDF ആയിട്ട് നല്ല ഹറക്കത്തുള്ള പ്രിൻ്റ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് ഹറക്കത്തിട്ട PDF പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഗ്രൂപ്പിൽ അയക്കുന്നതായിരിക്കും. അപ്പോൾ അത് കയ്യിൽ വെച്ചാൽ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ ഖൈർ, സൈഡിൽ എഴുതി വെക്കാലോ. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം ആരംഭിക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. വബിഹി നസ്തഈൻ, അള്ളാഹുവിൻ്റെ സഹായത്താൽ, അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. കിതാബുൽ കബായിർ, കിതാബുൽ കബായിർ. അൽ കബായിർ എന്ന് പറഞ്ഞാൽ വൻപാപങ്ങൾ, കിതാബ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം. വൻപാപങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട, അതൊരുമിച്ച് കൂട്ടിയിട്ടുള്ള, ക്രോഡീകരിച്ചിട്ടുള്ള ഒരു കിതാബ്, ഒരു ഗ്രന്ഥം. ആമുഖമായി അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ എല്ലാ കിതാബുകളിലും നമുക്ക് കാണാവുന്നത് പോലെ ബിസ്മി പറഞ്ഞ് അദ്ദേഹം നേരെ അള്ളാഹുവിൻ്റെ വാക്കാണ് എടുത്തു കൊടുക്കാറുള്ളത്. എന്നതുപോലെ തന്നെയാണ് ഇവിടെയും. കിതാബുൽ കബായിർ എന്ന് പറഞ്ഞ് അദ്ദേഹം വഖൗലുല്ലാഹി തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അവൻ്റെ വാക്ക്, അവൻ്റെ ആയത്ത്. അള്ളാഹു പറഞ്ഞു, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും. അൽ ആയ എന്ന് പറഞ്ഞാൽ ആ ആയത്ത് മുഴുവനും എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. സൂറത്തു അൻ-നിസായിലെ 31-ാമത്തെ ആയത്താണ്. അള്ളാഹു പറഞ്ഞു, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് വിലക്കപ്പെട്ട, വിരോധിക്കപ്പെട്ട വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ, നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ ചെറുപാപങ്ങൾ ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകും. ശേഷം നമുക്ക് കാണാം, വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ. ആയത്തിൻ്റെ ബാക്കിയിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങളെ ആദരണീയമായ സ്ഥാനത്തേക്ക് നാം പ്രവേശിപ്പിക്കും. ഈ ആയത്തിൽ അള്ളാഹു കബായിറിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് അള്ളാഹു പറഞ്ഞത്? ഇൻ തജ്തനിബു, നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ, കബായിറ, കബായിറിൽ നിന്ന്, വൻപാപങ്ങളിൽ നിന്ന്, മാ തുൻഹൗന അൻഹു, നിങ്ങൾക്ക് വിലക്കപ്പെട്ട, നിങ്ങളോട് വിലക്കപ്പെട്ട, നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് നിങ്ങളോട് വിലക്കപ്പെട്ട കബായിറുകളിൽ നിന്ന്, വൻപാപങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ, നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങൾക്ക് നാം നിങ്ങളുടെ ചെറുപാപങ്ങൾ പുറത്തു നൽകും. ഈ ആയത്തിൽ സഹോദരങ്ങളെ അല്ലാഹു തആല വൻപാപത്തെക്കുറിച്ചും ചെറുപാപത്തെക്കുറിച്ചും പറഞ്ഞു. അല്ലാഹു പറഞ്ഞു, കബായിറുകൾ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഇൻ തജ്തനിബു, നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും മേൽ നിർബന്ധമാണ് ഉപേക്ഷിക്കൽ. എന്താണ് ഉപേക്ഷിക്കേണ്ടത്? കബായിറ മാ തുൻഹൗന അൻഹു, അള്ളാഹു
നിങ്ങളോട് വിലക്കപ്പെട്ട കബായിറുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മോട് അല്ലാഹു തആല വിലക്കിയ കബായിറുകളുണ്ട്, വൻപാപങ്ങളുണ്ട്. അല്ലാഹു അവൻ്റെ കിതാബിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിലും പഠിപ്പിച്ച തിന്മകൾ, പാപങ്ങൾ, വൻപാപങ്ങൾ, അതിൽ നിന്ന് ഒരാൾ മാറി നിന്നാൽ അതുകൊണ്ട് കിട്ടുന്ന അനന്തരഫലം എന്താണ്? നുകഫിറു അൻകും സയ്യിആതികും, അല്ലാഹു തആല നമ്മുടെ ചെറുപാപങ്ങൾ പുറത്തു നൽകും. ഈ ആയത്തിൽ വലിയ ഗുണപാഠമുണ്ട്. ചെറിയ ചെറിയ പാപങ്ങൾ പുറത്തു കിട്ടണമെങ്കിൽ, അള്ളാഹു പുറത്തു നൽകണമെങ്കിൽ വൻപാപങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. വൻപാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുന്നതിനെ അത് ബാധിക്കും, സാരമായി ബാധിക്കും, ചെറിയ രൂപത്തിലല്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, ഇജ്തനിബു സബ്അൽ മൂബിഖാത്ത്, നശിപ്പിച്ചു കളയുന്ന നാശകാരികളായ 7 വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക. അവിടുന്ന് കൽപ്പിക്കുകയാണ്. ഇജ്തനിബു, നിങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. 7 വൻപാപങ്ങൾ. എന്താണ് ഇജ്തിനാബ് എന്ന് പറഞ്ഞാൽ? ഉപേക്ഷിക്കൽ എന്ന് പറഞ്ഞല്ലോ. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കും ഈ പറഞ്ഞ ഖബായിറുകൾക്കും തമ്മിൽ വലിയ ദൂരമുണ്ടായിരിക്കണം എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. ഒരിക്കലും ആ വൻപാപങ്ങളിലേക്ക്, തെറ്റുകളിലേക്ക്, തിന്മകളിലേക്ക് അടുക്കുവാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഉപേക്ഷിക്കുക, അങ്ങനെ ഒഴിവാക്കുക എന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ആയത്തിലൂടെ നമ്മോട് പറയുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തനിബു എന്ന് പറഞ്ഞതും അത് തന്നെയാണ്. 7 വൻപാപങ്ങൾ ചെറിയ പ്രായത്തിൽ നമ്മൾ പലപ്പോഴും കേട്ട് കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ ഹുന്ന, ഏതൊക്കെയാണ് ആ 7 വൻപാപങ്ങൾ? ഖാല, അവിടുന്ന് പറഞ്ഞു കൊടുത്തു, അശ്ശിർക്കു ബില്ലാഹ്, ഒന്നാമത്തേത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. രണ്ടാമത്തേത് വസ്സിഹ്റു, മാരണം. മൂന്നാമത്തേത് വഖതുലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഹക്കിന് വേണ്ടിയല്ലാതെ, അഥവാ അല്ലാഹു തആല അനുവദിച്ച കാര്യത്തിന് വേണ്ടിയല്ലാതെ, പകരത്തിന് പകരം ശിക്ഷ നടപ്പാക്കുക, അതുപോലെയുള്ള സന്ദർഭങ്ങളിലല്ലാതെ അല്ലാഹു പവിത്രമാക്കിയ നഫ്സിനെ കൊന്നുകളയൽ, ശരീരത്തെ കൊന്നുകളയൽ. നാലാമത്തേത് വഅക്ലു റിബ, പലിശ ഭക്ഷിക്കൽ. വഅക്ലു മാലൽ യതീം, യതീമിൻ്റെ സമ്പത്ത് ഭക്ഷിക്കൽ. വത്തവല്ലി യൗമ സഹ്ഫി, ഇസ്ലാമിൻ്റെ യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ വെച്ച് പിന്തിരിഞ്ഞോടൽ. വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, വ്യഭിചാരത്തിൽ ഏർപ്പെടാത്ത, അതിൽ നിന്ന് മുക്തരായിട്ടുള്ള, അവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത അങ്ങനെയുള്ള സത്യവിശ്വാസിനികളുടെ പേരിൽ മോശമായ വ്യഭിചാരാരോപണം ഉന്നയിക്കൽ. ഇങ്ങനെ 7 കാര്യങ്ങൾ വൻപാപങ്ങളായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ വൻപാപങ്ങളെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞത് ഇജ്തനിബു സബ്അൽ മൂബിഖാത്ത്. അൽ മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ അൽ മുഹ്ലിക്കാത്ത്, നശിപ്പിച്ചു കളയുന്ന നാശകാരികളായ പാപങ്ങൾ എന്നാണ് 7 കാര്യങ്ങളും. അപ്പം അത് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കിൽ വ്യക്തമാണ്, അതിനോട് അടുക്കാൻ പാടില്ല എന്നാണ്. അതുമായി നമുക്ക് ഒരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അതാണ് അല്ലാഹു തആല ഈ ആയത്തിലും സൂറത്തു അൻ-നിസായിലെ ഷെയ്ഖ് ഇവിടെ ആദ്യമായി എടുത്തു കൊടുത്ത ആയത്തിലും പറഞ്ഞിട്ടുള്ളത്. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളോട് വിലക്കപ്പെട്ട, അഥവാ ആര് വിലക്കണം? അല്ലാഹുവും അവൻ്റെ റസൂലും. ഖുർആനിലും സുന്നത്തിലും വന്ന കബായിറുകൾ, വൻപാപങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെറിയ ചെറിയ പാപങ്ങൾ നാം നിങ്ങൾക്ക് പുറത്തു നൽകും. ചെറിയ പാപങ്ങൾ എന്നത് സഹോദരങ്ങളെ വൻപാപങ്ങൾ പോലെയല്ല. വൻപാപങ്ങൾ ഒരാൾ ചെയ്തു പോയാൽ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് പൊറുക്കലിനെ തേടിയാലല്ലാതെ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. എന്നാൽ ചെറിയ പാപങ്ങൾ കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ ചില അമലുകൾ കൊണ്ട് അള്ളാഹു പുറത്തു തരും. ഹദീസിൽ കാണാം, അസ്സലവാത്തുൽ ഖംസു,
വൽജുമുഅതു ഇലൽ ജുമുഅതി വറമളാനു ഇലാ റമളാന മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദജ്തനബൽ കബായിർ. 5 നേരത്തെ നിസ്കാരങ്ങൾ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, മുകഫിറാത്തുൻ മാ ബൈനഹുന്ന, അതിനിടയിലുള്ള സമയങ്ങളിൽ സംഭവിച്ചു പോയ ചെറുപാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. 5 നേരത്തെ നിസ്കാരങ്ങൾ, ഒരാൾ സുബഹ് മുതൽ ഇശാ വരെയുള്ള 5 നേരത്തെ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നതിനിടയിലുള്ള സമയങ്ങളൊക്കെ ചെറുപാപങ്ങൾ അള്ളാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കും. അതുപോലെ ഒരു ജുമുഅ, ഈ ആഴ്ചത്തെ ജുമുഅ കഴിഞ്ഞ് അടുത്ത ജുമുഅ വരെയുള്ള സമയങ്ങൾ, ഒരാഴ്ചയിൽ അള്ളാഹു തആല ചെറിയ ചെറിയ പാപങ്ങൾ പുറത്തു നൽകും. ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, ഒരു വർഷത്തെ കണക്കാണത്. ഇങ്ങനെ ചെറിയ ചെറിയ പാപങ്ങൾ അമലുകൾ കൊണ്ട്, നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, അതുപോലെ മറ്റുള്ള കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു തആല ചെറിയ ചെറിയ പാപങ്ങൾ പുറത്തു നൽകും. എന്താണ് ഒരു നിബന്ധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇദജ്തനബൽ കബായിർ, വൻപാപങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ. ഒരാൾ വലിയ പാപങ്ങൾ, വൻപാപങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്നാൽ ഈ സമയങ്ങളൊക്കെ അയാൾ ചെറുപാപങ്ങൾ പൊറുക്കപ്പെട്ടവനായി തീരും. അയാളുടെ ചെറുപാപങ്ങൾ ആ സന്ദർഭങ്ങളിൽ അള്ളാഹു തആല പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. അതുപോലെ ഹജ്ജിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹജ്ജ ലില്ലാഹ് ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു. ആരാണോ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കുന്നത്, ഹജ്ജ് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ അയാൾക്ക് റഫസോ ഫുസൂഖോ സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ ലൈംഗികമായ തിന്മകൾ, അതല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ടുള്ള അധർമ്മങ്ങൾ, അതുപോലെയുള്ള തെറ്റുകൾ, പാപങ്ങൾ സംഭവിച്ചില്ല. അങ്ങനെ റബ്ബിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ഒരാൾ ഹജ്ജ് ചെയ്താൽ റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു, അയാൾ തൻ്റെ ഉമ്മ അയാളെ എപ്രകാരമാണോ പ്രസവിച്ചത് അതുപോലെ തിരിച്ചു മടങ്ങും. എന്ന് പറഞ്ഞാൽ ഉമ്മ പ്രസവിക്കുമ്പോൾ എങ്ങനെ? ഒരു തെറ്റുമില്ലാതെ ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ട് അയാൾ തിരിച്ചു മടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം തെറ്റുകൾ സംഭവിക്കുന്ന അവൻ്റെ അടിമകളായ നമുക്ക് ഇതുപോലെയുള്ള കർമ്മങ്ങൾ നിശ്ചയിച്ച് നൽകിയിരിക്കുകയാണ്, ചെറിയ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ. പക്ഷെ ഒരു നിബന്ധനയുണ്ട് സഹോദരങ്ങളെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ശൈഖ് ആദ്യം പറഞ്ഞ ആയത്തിൽ വന്നിട്ടുള്ളത്. ഇദജ്തനബൽ കബായിർ, ഇദജ്തനബൽ കബായിർ, വൻപാപങ്ങൾ ഉപേക്ഷിക്കണം, വൻപാപങ്ങൾ ഉപേക്ഷിക്കണം. അതുപോലെ അള്ളാഹു പറഞ്ഞു, ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത്. നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതിന് ശേഷം പറഞ്ഞതാണ്, സൂറത്ത് ഹൂദിൽ കാണാം, നന്മകൾ തിന്മകളെ ഇല്ലാതാക്കി കളയും. നന്മകൾ പ്രായശ്ചിത്തമാണ്, പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. ഇപ്പം നന്മകൾ എന്നുള്ളത് കർമ്മങ്ങൾ, ഇതുപോലെയുള്ള നമ്മുടെ അബദ്ധങ്ങൾ, അപാകതകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകും. അത് വലിയ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണത്, റബ്ബിൻ്റെ നിഅമത്താണത്. ആകെ എന്തേ പറഞ്ഞുള്ളൂ? വൻപാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. എങ്കിൽ നമ്മൾ അറിയാതെ ഒരുപാട് പാപമോചനം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. എത്ര കണ്ട് നമ്മൾ അള്ളാഹുവിനനുസരിക്കുന്നുവോ, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുവോ, അതൊക്കെ നന്മകളായി അള്ളാഹു രേഖപ്പെടുത്തും. ഉദാഹരണത്തിന് ഒരു ഫിത്ന, ഒരു കുഴപ്പം, ഒരു പ്രശ്നം, അതല്ലെങ്കിൽ ഒരു ഹറാമിലേക്ക് ക്ഷണിക്കപ്പെട്ടു, ആ ഹറാമിലേക്ക് വീഴാൻ പോകുമ്പോൾ അള്ളാഹുവിനെ ഓർത്തു, റബ്ബിനെ ഭയപ്പെട്ടു, അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയന്നു, മാറി നിന്നു, എങ്കിൽ ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത്. നന്മയാണെന്ത്? അള്ളാഹുവിനെ ഭയക്കൽ. നന്മയാണെന്ത്? അള്ളാഹുവിനുള്ള തഖ്വ ഉണ്ടാവൽ. നന്മയാണെന്ത്? സൂക്ഷ്മത കൈക്കൊണ്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കൽ. എങ്കിൽ തിന്മകൾ അള്ളാഹു തആല മായ്ച്ചു നൽകും എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, 3 പേരുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. 3 പേർ ഒരു ഗുഹയിൽ അകപ്പെട്ടപ്പോൾ ആ ഗുഹയുടെ മുഖം ഒരു പാറക്കല്ല് വന്ന് അടയുകയുണ്ടായി. ആ 3 പേരും അള്ളാഹുവിനോട് അവർ ചെയ്ത കർമ്മങ്ങൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ ഗുഹാമുഖത്ത് നിന്നും ആ പാറക്കല്ല് നീങ്ങുകയും അവർ രക്ഷപ്പെടുകയും ചെയ്തു. പഴയ കാലത്ത് ജീവിച്ച സമുദായത്തിൽപ്പെട്ട 3 പേരുടെ ചരിത്രം
ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാം. അതിൽ ഒരാൾ പ്രാർത്ഥിച്ചത് എന്താണ്? ഒരാൾ അള്ളാഹുവിനോട് എടുത്തു പറഞ്ഞ എന്താണ്? അയാൾക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്ന, വളരെ സ്നേഹമുണ്ടായിരുന്ന അയാളുടെ ഒരു പിതൃവ്യപുത്രി ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയോട്, ഒരു പെണ്ണിനോട് അയാൾക്ക് അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്നു, ഇഷ്ടം, താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ അവസരം ഒത്തുവന്നപ്പോൾ, അവർക്ക് സാമ്പത്തികമായ ആവശ്യം വന്നപ്പോൾ ഈ വ്യക്തിയോട് ചോദിക്കുകയും അയാൾ അത് നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ പകരം ചോദിച്ചത് അവളുടെ ശരീരമാണ്. അങ്ങനെ നിവൃത്തിയില്ലാതെ അവർ സമ്മതിക്കുകയും ആ വൃത്തികേടിലേക്ക് അവർ എത്തുകയും ചെയ്തപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഇത്തഖില്ലാ വലാ തഫുല്ലൽ ഖാതമ ഇല്ലാ ബിഹഖി. മനുഷ്യ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഹലാലായ മാർഗത്തിലല്ലാതെ, നിക്കാഹിന് ശേഷമല്ലാതെ നീ പറഞ്ഞ പണിയെടുക്കരുത് എന്ന അർത്ഥത്തിൽ, ഗൗരവത്തിൽ അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ അദ്ദേഹം മാറി നിന്നു. അദ്ദേഹം അതിൽ നിന്ന് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് മാറി നിന്നു. അത് റബ്ബിനോട് എടുത്തു പറഞ്ഞിട്ടാണ് ആ പ്രയാസഘട്ടത്തിൽ അദ്ദേഹം ദുആ ചെയ്തതും അള്ളാഹു തആല ആ ഗുഹയുടെ മുഖത്ത് നിന്നും പാറക്കല്ല് നീക്കിക്കൊടുക്കുകയും ചെയ്തത്. നോക്കൂ നിങ്ങൾ, ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്. നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. ഈ പറഞ്ഞതൊക്കെ നന്മകളാണ്. ആ നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്കത് പ്രായശ്ചിത്തമാണ്. വൻപാപങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് അള്ളാഹു തആലയും അവൻ്റെ റസൂലും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വനുദ്ഖിൽക്കും മുദ്ഖലൻ കരീമ. ആയത്തിൻ്റെ ബാക്കിയിൽ അള്ളാഹു പറഞ്ഞു, ഈ വൻപാപങ്ങൾ ഉപേക്ഷിച്ച, ചെറുപാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്ത ആളുകളെ അള്ളാഹു ആദരണീയമായ സ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കും. അഥവാ അള്ളാഹു റബ്ബുൽ ആലമീൻ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അവർക്ക് ഇഹലോകത്തും പരലോകത്തും അള്ളാഹു വിശിഷ്ടമായ ജീവിതം നൽകും. മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. അള്ളാഹു പറഞ്ഞതുപോലെ സൂറത്തുൻ നഹ്ലിൽ, ആരാണോ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഈമാനുള്ളവരായിക്കൊണ്ട് അള്ളാഹുവിനു വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, അവരെ വിശിഷ്ടമായ ജീവിതം നാം ജീവിപ്പിക്കും. നന്മകൾ ചെയ്താൽ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ അള്ളാഹു തആല വിശിഷ്ടമായ ജീവിതം ജീവിപ്പിക്കുമെന്നാണ്. മുഅ്മിനായിക്കൊണ്ട് ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് അള്ളാഹു നൽകുന്ന, ദുനിയാവിൽ നൽകുന്ന പ്രതിഫലമാണ്. ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ എന്ന് പറഞ്ഞാൽ പരലോകത്തെ കാര്യമല്ല, അത് ദുനിയാവിലെ കാര്യമാണ്. ഇഹലോകത്തെ തഫ്സീറുകളിൽ കാണാം, സഹാബികൾ വിശദീകരിച്ചു, അള്ളാഹു തആല നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ, അള്ളാഹു നല്ല ജീവിതം നൽകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൃദയവിശാലത, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സ്, അതുപോലെ അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം, ഇങ്ങനെ അനേകം കാര്യങ്ങൾ. ഒരാൾക്ക് ദുനിയാവിലെ ജീവിതം വിശിഷ്ടമാവാനുള്ള ഒരുപാട് അനേകം കാര്യങ്ങൾ അള്ളാഹു നൽകും. വിശിഷ്ടമായ ജീവിതം അവരെ നാം ജീവിപ്പിക്കുമെന്നാണ്. ദുനിയാവിലത്തെ കാര്യമാണത്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അത് പരലോകത്തെക്കുറിച്ചാണ്. അവർ പ്രവർത്തിച്ചത് കാരണത്താൽ ഏറ്റവും നല്ലത് നാം അവർക്ക് പ്രതിഫലമായി നൽകും. അത് പരലോകത്തെ സ്വർഗം. അപ്പോൾ നോക്കൂ നിങ്ങൾ, നന്മകൾ ചെയ്താൽ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഇഹലോകത്തും പരലോകത്തും അതിൻ്റെ അനന്തരഫലം നൽകുമെന്നാണ്. ഇഹലോകത്ത് വിശിഷ്ടമായ ജീവിതം നൽകും. ഈ പറഞ്ഞതുപോലെ വലിയ സമ്പത്ത്, സമ്പന്നതയല്ല യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ വിശിഷ്ടമായ ജീവിതം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരുപാടുണ്ടാവുക എന്നതല്ല, മറിച്ച് മനസ്സിൻ്റെ സംതൃപ്തിയാണ്. കുറച്ചേ ഉള്ളൂ, വിഭവങ്ങൾ കുറവാണ്, കാര്യമായി കൈകളിലൊന്നുമില്ല, സമ്പത്തില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, വലിയ കച്ചവടങ്ങളൊന്നുമില്ല. പക്ഷേ അള്ളാഹു തആല ഒരാൾക്ക് മനസ്സിന് ധന്യത നൽകുകയാണെങ്കിൽ അയാളാണ് ഏറ്റവും വലിയ ധന്യൻ. ലോകത്ത് വലിയ സമ്പന്നർക്ക് കിട്ടാത്ത സമാധാനവും ആശ്വാസവും ഈ സാധുവായ മനുഷ്യന് കിട്ടും. എന്തുകൊണ്ട് കിട്ടും? അള്ളാഹു നൽകുന്നതാണ്. ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. വിശിഷ്ടമായ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്. അത് കിട്ടണമെങ്കിൽ മുഅ്മിനായിക്കൊണ്ട്, ഈമാനുള്ളവനായിക്കൊണ്ട് അള്ളാഹുവിനനുസരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പരലോകത്താവട്ടെ അള്ളാഹു തആല ഏറ്റവും നല്ലത് ഒരുക്കി വച്ചിരിക്കുന്നു, സ്വർഗം. ഓരോന്നിനും ഓരോ പദവികൾ അള്ളാഹു അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്.
നേരെ തിരിച്ചാണെങ്കിലോ സഹോദരങ്ങളെ, തുടക്കത്തിൽ നമ്മൾ കേട്ടില്ലേ, ദുനിയാവിൽ നടന്ന ശിക്ഷകളും അള്ളാഹുവിൻ്റെ അദാബുകളും പരിശോധിച്ചാൽ അതിൻ്റെ പിന്നിൽ തിന്മകളായിരുന്നു. സഹോദരങ്ങളെ, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തിന്മകൾ എന്നത് അതിന് വളരെ മോശമായ പരിണിത ഫലങ്ങളാണ്, അനന്തരഫലങ്ങളാണ് ഉണ്ടാവുക ഇഹലോകത്തും പരലോകത്തും. എന്നാൽ നന്മകളാണെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും അതുകൊണ്ട് നേട്ടങ്ങൾ മാത്രമേ അല്ലാഹു തആല നൽകുകയുള്ളൂ. ഷെയ്ഖ് റഹിമഹുല്ലാ അടുത്തതായി മറ്റൊരു ആയത്ത് കൊടുക്കുകയാണ്. വഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുവിൻ്റെ വാക്ക്, അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലൽ ലമം. സൂറത്തുൻ നജ്മിലെ ആയത്താണ്. അല്ലദീന യജ്തനിബൂനൽ കബായിർ, ഏതൊരു കൂട്ടരാണോ കബായിറുകൾ വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നത്, വൻപാപങ്ങളിൽ നിന്ന് മാറി നിന്നത്. അതുപോലെ തന്നെ അൽ ഇസ്മി വൽ ഫവാഹിഷ്, വൻപാപങ്ങൾ, തിന്മകൾ, അതുപോലെ വൃത്തികേടുകൾ, മൂന്നും അല്ലാഹു തആല എടുത്തു പറയുകയാണ്. ആരാണോ വൻപാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും മാറി നിൽക്കുന്നത്, വിട്ടുനിൽക്കുന്നത്, ഇല്ലൽ ലമം. ലമം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പാപങ്ങൾ അല്ലാതെ അതുമാത്രമേ അവരിൽ നിന്നും സംഭവിക്കുന്നുള്ളൂ എങ്കിൽ ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, തീർച്ചയായും അള്ളാഹുവിൻ്റെ പാപമോചനം എന്നത് അതിവിശാലമാണ്. ഈ ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വൻപാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ, വിട്ടുനിൽക്കാൻ പറയുകയാണ്, പ്രേരണ നൽകുകയാണ്. അൽ കബായിർ വൽ ഇസ്ം വൽ ഫവാഹിഷ്. അൽ കബായിർ എന്ന് പറഞ്ഞാൽ വൻപാപങ്ങൾ, അൽ ഇസ്ം എന്ന് പറഞ്ഞാൽ അദ്ദുനൂബ് വൽ മആസി, തിന്മകൾ, പാപങ്ങൾ, തെറ്റുകൾ എന്ന് നമുക്കർത്ഥം പറയാം. അൽ ഫവാഹിഷ് എന്ന് പറഞ്ഞാൽ തിന്മകളിൽ തന്നെ വൃത്തികെട്ട തിന്മകൾ, അത് വാക്കുകളാവട്ടെ പ്രവൃത്തികളാവട്ടെ, അതാണ് അൽ ഫവാഹിഷ് കൊണ്ടുള്ള ഉദ്ദേശം. തിന്മകൾ നോക്കൂ നിങ്ങൾ, തിന്മകൾ പല പദവികളാണ്, പടികളാണ്. നമ്മൾ പറഞ്ഞു ചെറുതും വലുതുമുണ്ട്, അതിൽ തന്നെ ഗൗരവപ്പെട്ടതുണ്ട്, ഗൗരവം കുറഞ്ഞതുണ്ട്, അതുപോലെ തന്നെ വൃത്തികെട്ടതുണ്ട്. ഇങ്ങനെ ഏത് തിന്മകളാവട്ടെ അതൊക്കെ ഉപേക്ഷിക്കാനാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഇല്ലല്ലമം, അല്ലമം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പാപങ്ങൾ, സിഗാറു ദുനൂബ്, ചെറിയ പാപങ്ങൾ. അത് സ്വാഭാവികമായി മനുഷ്യരിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്, ചെറിയ ചെറിയ തിന്മകൾ, തെറ്റുകൾ. അത് അല്ലാഹു തആല വൻപാപങ്ങൾ ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ്, പുറത്തു കൊടുക്കുമെന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ 5 നേരത്തെ നിസ്കാരങ്ങൾക്കിടയിലുള്ള സമയങ്ങൾ അള്ളാഹു അത് പുറത്തു നൽകും. അതുപോലെ ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, ഇങ്ങനെ അള്ളാഹു തആല അതിന് അവസരം നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള തഫ്സീറുകളിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ വായിക്കാം. വൻപാപങ്ങൾ തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങളാണ്. എങ്ങനെയാണ് വൻപാപങ്ങൾ തിരിച്ചറിയുക, എന്താണ് അതിൻ്റെ മാനദണ്ഡം എന്നതാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്നും വന്ന അസറുകളിൽ ഇനി നമുക്ക് വായിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ദർസിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കിതാബ് പഠിച്ച് പൂർത്തീകരിക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനും എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, പ്രയാസം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.